ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റായിട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തേക്ക് വീഡിയോ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് തിരക്ക് വന്നുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നില്ല, ചുമ്മാ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതാണ് ഇപ്പം കുറച്ച് ലേറ്റായിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു പകുതിയായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ കട്ടിങ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന ഒരു സൈസൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചുമ്മാ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മളൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ആ ഒരു കട്ട് ചെയ്ത സൈസിന് കറക്റ്റായിട്ട് മടക്കണമെന്നൊന്നുമില്ല കേട്ടോ, എല്ലാത്തിനും നമ്മൾ ചുമ്മാ ഇങ്ങനെ മടക്കി എടുത്താൽ മതി. ഇനി നമ്മളിത് ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ 2 A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫെവിക്കോളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മടക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 4 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതും ഒന്നും കൂടെ ജോയിൻ ചെയ്യാണ്. ഒരു സ്റ്റാർ പോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ്സും കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീതിയായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 പേപ്പറൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു 8 പീസ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ വീണ്ടും ഒട്ടിച്ചെടുത്തിട്ട് 4 പീസാക്കി, പിന്നെ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ട് ഒറ്റൊരു പീസാക്കി, എന്നിട്ട് 2 സൈഡും കൂടെ നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ഒരു സ്റ്റാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുട്ടിയായിട്ട് നമുക്ക് കുറേ ഇങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു സൈസിലും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പർ നമ്മൾ പകുതിയാക്കി മടക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 A4 ഷീറ്റ് പേപ്പർ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളൊരു മടിയോണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ 3 എണ്ണം വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടും പകുതിയാക്കി മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, പിന്നെ വേറെ പേപ്പർ കട്ട് ചെയ്യുക, അങ്ങനെ 3 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ 3 എണ്ണം കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഓരോന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മടക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും ഇതുപോലെ തന്നെ പകുതിയാക്കി മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, നേരത്തെ ചെയ്ത ഒരു സെയിം രീതിയിൽ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ 3 A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു അകത്തുള്ള ഒരു മടക്കിൽ ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അതുപോലെ അതിൻ്റെ സൈഡ്സും ഒട്ടിച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റാർ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ടയർ ആയിട്ടുള്ള സ്റ്റാറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 2 സൈസിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് വലിയ സൈസിലും ഒന്നും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ A4 ഷീറ്റ് പേപ്പർ ഇതുപോലെ ഒന്നിങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ വീതിയിലാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് വീതി കുറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ A4 ഷീറ്റ് പേപ്പർ ഫസ്റ്റത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ A4 ഷീറ്റ് പേപ്പർ വേറൊരു രീതിയിൽ മടക്കിയെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സൈസൊക്കെ എങ്ങനെ വരുമെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു A4 ഷീറ്റ് പേപ്പർ പല സൈസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ നമുക്ക് 3 ടയർ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു 2ൻ്റെയും നടുക്ക് ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു, പിന്നെ രണ്ടും അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ന്യൂസ് പേപ്പർ പല സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി, അവസാനമായിട്ട് സക്സസ് ആയപ്പോൾ അത് A4 ഷീറ്റ് പേപ്പറിലേക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ക്യാമറ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ടൊന്നും ഇങ്ങനെ മേലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രസമായിട്ടുള്ളൊരു സ്റ്റാറാണ് നമ്മൾ ചെയ്തെടുത്തിട്ട്. സാധാരണ സ്റ്റാറൊന്നും ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ കട്ടിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബ്രൗൺ പേപ്പറിൽ അതുപോലെ കളർ പേപ്പറൊക്കെ ചെയ്തെടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ബർത്ത്ഡേ ഡെക്കറേഷൻസ് ആയിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ കുട്ടി സ്റ്റാർ ഉണ്ടാക്കി എടുത്താലൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.